നമസ്കാരം. റഫേൽ ഇസ്രായേൽ സൈന്യം യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ലോകമാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ഭീകരവാദികൾക്ക് എന്നും സപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റഫേലിലെ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, റഫ എന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശം. ഈ ഭൂപ്രദേശത്ത് ഇന്ന് ഹമാസ് ഭീകരവാദികൾ വലിയ രീതിയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഖാൻ യൂനിസും ഗാസ പോലെയുള്ള പ്രധാനപ്പെട്ട പാലസ്തീനിലെ സ്ഥലങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ട് ഈ പറയുന്ന ഭീകരവാദ ജിഹാദി ഗ്രൂപ്പുകൾ പൂർണ്ണമായിട്ടും റഫേൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ റഫയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ലോകത്തെ പല ആളുകളും പല രീതിയിൽ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ചില സിനിമാ താരങ്ങളടക്കം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്താൻ റഫയുടെ റഫയുടെ മേൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് ഇനി അത് എത്രയും വേഗം അറുതി വരുത്തേണ്ടതുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, പാലസ്തീനിൽ ഇന്ന് എവിടെയാണ് ഹമാസ് ഭീകരവാദികൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം, അത് റഫ മാത്രമാണ്. 2025 വരെ റഫയിലെ ആക്രമണം കൃത്യമായിട്ട് തുടരുമെന്നാണ് ഇസ്രായേലിലെ വിദേശകാര്യ മന്ത്രി ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. ആരൊക്കെ കരഞ്ഞു കാല് പിടിച്ചാലും റഫേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ നിന്ന് 1% പോലും ഇസ്രായേൽ പുറകോട്ട് പോകില്ല എന്ന് വ്യക്തമായിരിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റഫേലിലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭീകര തലവന്മാരെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുന്നു. കയ്യോടെ പിടികൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു വീഡിയോയിൽ പറയാൻ പറ്റാത്തതിന്റെ പേരിൽ ഞാൻ പറയുന്നില്ല. അപ്പോ അത് പൂർണ്ണമായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ സൈന്യം ഏത് രീതിയിലാണ് ഇവന്മാരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കാണുന്ന സമയത്ത് കേരളത്തിലുള്ള പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലസ്തീനിലെ ജനങ്ങളുടെ മോചനം, പാലസ്തീനിലെ ജനങ്ങളുടെ മോചനം. നമ്മളെല്ലാവരും വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭീകരവാദ ആക്രമണം ഒന്നായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. ഈ ആക്രമണത്തിൽ എന്താണ് നടന്നിരിക്കുന്നത്? ഈ ആക്രമണത്തെ അപലപിക്കാനായിട്ട് പാലസ്തീനിലെ ജനസമൂഹം അന്ന് തയ്യാറായിരുന്നു. അവരെല്ലാവരും കൈകൊട്ടിച്ചിരിക്കുകയായിരുന്നു. ബില്ലാദൻ ബില്ലാദൻ ബില്ലാദൻ, ആളുടെ ബുദ്ധി, ആളുടെ സംവിധാനങ്ങൾ, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കൈകൊട്ടിച്ചിരിച്ച ആളുകളാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്ന സമയത്ത് പാലസ്തീൻ ഏത് രാജ്യത്തെയാണ് സപ്പോർട്ട് ചെയ്തത്? പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാണ്. പിന്നെ എന്തിനാണ് നമ്മുടെ രാജ്യം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഹമാസിനെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാതെ ഇസ്രായേലിന്റെ കൂടെ തന്നെ ഞങ്ങളുണ്ട് എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തെ ഭീകരവാദ ആക്രമണമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ഇത് തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ, ദേശീയവാദികളായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നതും. അവരത് മനസ്സിൽ, ഹൃദയത്തിലേക്ക് ഓരോ വാർത്തകൾ, തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുമ്പോഴും ഇത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എന്താണോ ആ നിലപാടിനൊപ്പം നിലകൊള്ളുന്നത്. പക്ഷെ ഇവരെ പല ആളുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, റഫയിലേക്ക് എല്ലാ കണ്ണുകളും അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചത്. ഇവിടെ ഇരുന്ന് റഫയിലേക്കുള്ള കണ്ണും നട്ട് നോക്കിയിരുന്നാൽ അങ്ങോട്ട് നോക്കിയിരിക്കുള്ളൂ. വേഗം ഈ പറയുന്ന പാലസ്തീനിലേക്ക് വണ്ടി കയറാനുള്ള പരിപാടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയി അവിടെ പോയിട്ട് പ്രതിഷേധിക്കൂ. അല്ലാതെ ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഒക്ടോബർ 7-ാം തീയതി നടന്ന ഭീകരാക്രമണത്തിൽ 1% പോലും മനസ്സിൽ ഒരു രീതിയിലുള്ള ഒരു നമ്മള് ഒരു മനുഷ്യന്റെ ഒരു യഥാർത്ഥത്തിൽ ആ ഒരു മനുഷ്യത്വം നശിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു ഭീകര സംഘടനയാണ് ഹമാസ്. ആ ഹമാസ് നടത്തിയ ആക്രമണത്തെ അപലപിക്കാൻ പോലും തയ്യാറാകാത്ത ആളുകളാണ് ഇന്ന് റഫയ്ക്ക് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റഫയിൽ ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തേണ്ടത്? അത് കൃത്യമായിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആക്രമണം നടത്തുന്ന സമയത്ത് ഈ ഭീകരവാദികളെ സുരക്ഷിതമായിട്ടുള്ള ഒളിത്താവളങ്ങളിൽ അഭയാർത്ഥികളുടെ കൂടെ കൂട്ടിപ്പാർപ്പിച്ചിരിക്കുന്ന ആളുകളും ചിലപ്പോൾ മരിച്ചെന്ന് വരാം. അവരുടെ മൃതശരീരങ്ങൾ ലോകത്തിന്റെ മുന്നിൽ എടുത്തിട്ടെറിഞ്ഞുകൊണ്ട് ഭീകരവാദികളും അവിടുത്തെ സാധാരണ ജനങ്ങളും ഒന്നിച്ചാണ് മരിച്ചു കിടക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ മാത്രമല്ല, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഭീകരവാദികളെ കൃത്യമായിട്ട് സംരക്ഷിച്ച് പോകുന്നതിന്റെ പേരിലാണ് എന്തുള്ളത്, നമ്മുടെ ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ ഇവരൊക്കെ മരിച്ചു പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം ആർട്ടിക്കിൾ 317 ജമ്മു കാശ്മീരിന്റെ എടുത്തു കളഞ്ഞ സമയത്ത് ആദ്യം ഒരു 25,000 സൈനികരെ ജമ്മു കാശ്മീരിൽ പ്രത്യേകമായിട്ട്
വിന്യസിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും 1,00,000 സൈനികരെ കൂടി വിന്യസിച്ചു. ആർട്ടിക്കിൾ 317 ഉള്ള സമയം മുതൽ തന്നെ ഭീകരവാദികൾക്ക് അവിടെ അഴിഞ്ഞാടാനുള്ള ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ അവസരങ്ങളെ അടിച്ചമർത്താൻ, ഈ അവസരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യം ചെയ്ത, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണകൂടം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് 317 എടുത്ത് കളയുക എന്നുള്ളത്. ഈ 1,25,000 സൈനികരെ ജമ്മു കാശ്മീരിൽ രാജ്യം അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിന്യസിച്ചതിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഈ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ജമ്മു കാശ്മീരിലുണ്ട്. ആ ആളുകൾ ഭീകരവാദികൾക്കായിട്ട് തെരുവിലിറങ്ങും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു 10,000-10,000 ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 10,000-5,000 ഭീകരവാദികൾക്ക് വേണ്ടി 1,400,000 സൈനികരെ അവിടെ വിന്യസിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല. ഭീകരവാദികൾക്കൊപ്പം അവരെ സംരക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ജമ്മു കാശ്മീരിൽ ഉള്ളതിന്റെ പേരിലാണ്, അവർക്കുള്ള ഒരു സൂചനയായിട്ട് തന്നെയാണ് രാജ്യം ഈ സൈനികരെ അവിടെ വിന്യസിച്ചത്. അപ്പോ ഇതേ സാഹചര്യമാണ് ഇന്ന് റഫേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗാസയിൽ നടന്ന്, ഗാൻ യൂണിസിൽ നടന്ന്, അങ്ങനെ വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഹമാസ് ഭീകരവാദികളെ ഒള്ളി സങ്കേതങ്ങളിൽ പാർപ്പിക്കുന്ന, ഹമാസിനോട് പ്രേമമുള്ള, ഹമാസിലേക്ക് കുഞ്ഞുങ്ങളെ ട്രെയിനിങ്ങിന് നൽകുന്ന, ഹമാസിലേക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവാക്കളെ നൽകുന്ന ഏതൊരു കുടുംബത്തെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കുക, അവർക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുന്നുണ്ടെങ്കിലോ ഇവിടെ ആരും ദുഃഖിക്കേണ്ട കാരണം. ഭീകരവാദികളെ സംരക്ഷിക്കുന്നവർ ഭീകരവാദികൾ തന്നെയാണ്. ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ആളുകൾ ഏത് തരത്തിലുള്ള ശിക്ഷയാണോ യഥാർത്ഥ ഭീകരവാദികൾ അനുഭവിക്കുന്നത്, അതേ ശിക്ഷ ഇവരും അനുഭവിക്കേണ്ടതുണ്ട്. അതിലൊരു തർക്കമില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് 1,15,00,000 ആളുകളാണ് ലോകത്തിലാകെ ഉള്ളത്. ഇതിൽ 67-68 ലക്ഷം മാത്രമാണ് ഇന്ന് ഈ പറയുന്ന ഇസ്രായേലിൽ ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ മറ്റ് മതവിഭാഗങ്ങളുണ്ട്. ഇതേ മുസ്ലിങ്ങളും മറ്റുള്ളവരെ കൊണ്ടല്ലോ അവർ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ ഈ ഇസ്രായേലിലുള്ള മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേലിൽ അവിടുത്തെ ജൂതന്മാർ അനുഭവിക്കുന്ന അതേ സുഖ സൗകര്യങ്ങൾ അവിടെയുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവിടുത്തെ ഭരണകൂടത്തെയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ രാജ്യത്തിന് സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ രാജ്യം ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഭീകരവാദ സംഘടനയെ സംരക്ഷിക്കുന്ന രാജ്യത്തെ അവരില്ലായ്മ ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 1-2 രാഷ്ട്രങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തു വരുമ്പോഴും ലോകത്ത് ഇത്രയും രാഷ്ട്രങ്ങൾ, ലോകത്ത് ഒരുപാട് രാജ്യങ്ങളില്ലേ, ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തള്ളിപ്പറയാത്തത്? പല രാജ്യങ്ങളും, ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഭീകരവാദികളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആഘാതമേറ്റിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഇതുപോലെ ആഘാതമേറ്റിട്ടുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്ന ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പിന്തുണക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. ഇതിൽ എത്രത്തോളം വിഷമം ഉന്നയിച്ച് മുന്നോട്ട് വന്നാലും നമ്മളെല്ലാവരും ചിന്തിക്കുക, ഭീകരവാദികൾ ലോകത്തിന് ഭീഷണിയാണ്. ആ ഭീഷണിയായിട്ടുള്ള ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അതവർ കൃത്യമായിട്ട് നിറവേറ്റുന്നു. ഇതുപോലെയുള്ള ഭീകരവാദ കൂട്ടങ്ങളെ സംരക്ഷിക്കുന്ന ലോകത്തിലെ പാകിസ്ഥാൻ അടക്കമുള്ള ഏതൊരു രാജ്യവും ഇതേ സാഹചര്യം തന്നെ അനുഭവിക്കാൻ ഉത്തരവാദികളാണ് എന്ന് മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.